നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നിത്തടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച 16 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്. പന്നിത്തടം സെന്റർ സ്ഥിരം അപകട മേഖല. വടക്കാഞ്ചേരിയിൽ പ്രശസ്ത സൈക്കിൾ റേസിംഗ് താരം അഷറഫിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ മൃതദേഹം കണ്ടത് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള 5-ാം ചാലിൽ രാവിലെ 10 മണിയോടെ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVACR എംപ്ലോയീസ് അസോസിയേഷൻ. എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യത കുറവും തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. ശിവകുമാർ. മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും ജനുവരി 17 പാലക്കാട്ട് നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. വാർത്തകൾ വിശദമായി. പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്ക്. രാവിലെ 5 മണിക്കായിരുന്നു അപകടം. മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബസ് പന്നിത്തടം സെന്ററിൽ വച്ച് കുന്നംകുളം ഭാഗത്തു നിന്ന് വന്ന മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞു. മിനി ലോറി തകർന്നു. പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ള 16 പേരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 5 മണിക്കാണ് അപകടമുണ്ടായത്. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി സമയങ്ങളിൽ പന്നിത്തടത്ത് അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രശസ്ത സൈക്കിൾ റേസിംഗ് താരം അഷറഫിനെ വടക്കാഞ്ചേരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള 5-ാം ചാലിലാണ് രാവിലെ 10 മണിയോടെ മൃതദേഹം കാണപ്പെട്ടത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി. പത്താംകല്ല് സ്വദേശി തെക്കേപ്പുറത്ത് വളപ്പിൽ ഖാലിദിന്റെ മകനാണ് 41 വയസ്സുള്ള സൈക്കിൾ റേസിംഗ് താരം അഷറഫ്. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. സൈക്കിൾ റേസിംഗിലൂടെ നാട്ടുകാർക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയായിരുന്നു മുത്തു എന്ന് വിളിക്കുന്ന അഷറഫ്. മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. സംഭവസ്ഥലത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തിവരികയാണ്. അഷറഫിന്റെ അപ്രതീക്ഷിത വേർപാടിൽ നടുങ്ങിയിരിക്കുകയാണ് പത്താംകല്ല് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVACR സംസ്ഥാന പ്രസിഡന്റ് N. ശിവകുമാർ. എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യത കുറവും തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ശിവകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ വിപണന തന്ത്രത്തിൽ ഉപഭോക്താക്കൾ വീണുപോകുന്നതും മെക്കാനിക്കൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സ്പെയർ പാർട്സുകൾ ഇല്ലാതാക്കുന്നതിൽ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം മുന്നിൽ നിൽക്കുന്നു. കമ്പനികൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത ദീർഘനാളത്തേക്കുള്ള ഗ്യാരണ്ടിയും വാറണ്ടിയും മൂലം നിരവധി മെക്കാനിക്കൽ ഷോപ്പുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. പ്രളയകാലത്തും മറ്റ് ദുരന്തകാലങ്ങളിലും സേവനസന്നദ്ധരായ മെക്കാനിക്കുകൾ പെരുവഴിയിലാവുന്ന സ്ഥിതിക്ക് മാറ്റം വേണം. ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്ന വിപണന തന്ത്രങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഓൺലൈൻ സർവീസ് നടത്തുന്നവർ പരിജ്ഞാനമുള്ളവരല്ല. ഇത് മെക്കാനിക്കൽ മേഖലയ്ക്കും ഗുണഭോക്താക്കൾക്കും ദോഷമാണ്. വയനാട് ദുരന്ത സമയത്ത് മേജർ ഫ്രീസർ നിർമ്മിച്ചത് സംഘടനയുടെ മികവാണ്. മെക്കാനിക്കൽ മേഖല നേരിടുന്ന പ്രതിസന്ധിയും പ്രതിവിധിയും ജനുവരി 17 പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ശിവകുമാർ പറഞ്ഞു. നമ്മുടെ സംഘടന വഴി അംഗങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്, സാമൂഹിക പ്രതിബദ്ധത ഏതെല്ലാം രീതിയിൽ കൂടെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതും കൂടെ നമ്മുടെ ആമുഖമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഓൺലൈൻ മാഫിയകളും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓരോ ഷോപ്പുകളും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വിപണന തന്ത്രങ്ങൾ അതിനെ എങ്ങനെ നമുക്ക് ക്രോഡീകരിച്ച് കൊണ്ടുവരാം. അതായത് നമുക്കിപ്പോൾ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫർ. ഏതിനും എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ തൊഴിൽ മങ്ങുകയാണ്. റിപ്പയറിന് വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം എല്ലാവരും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെന്റിലേക്ക് പൊയ്ക്കോട്ടെ. ഏതിനും എക്സ്ചേഞ്ച് ഓഫർ വരുന്നു. ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലിനെ
സാധ്യതകളാണ് കുറയുന്നത്. റിപ്പയറിംഗ് കോസ്റ്റ് ഒന്ന്, രണ്ടാമത് സാധനങ്ങളുടെ ലഭ്യത, സ്പെയർ പാർട്സുകളുടെ ലഭ്യത വളരെ കുറയുന്നുണ്ട്. അപ്പോൾ അവര് ഡിലേ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അവര് നിർബന്ധിതരാകുകയും ചെയ്യുന്നു, റീപ്ലേസ്മെന്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തൊഴിലാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന, റെഫ്രിജറേഷൻ മേഖലയിൽ തൊഴിലെടുക്കുന്ന അംഗങ്ങളെ മറ്റു മേഖലകളിലേക്ക് ചേക്കാറാനുള്ള സാഹചര്യവും കൂടി വരുന്നു. ജനറൽ സെക്രട്ടറി KR മനോജ്, ട്രഷറർ S റൂബി, KP സജേഷ്, V റഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ചൊക്കനയിൽ കാട്ടുകൊമ്പനെ അടിപ്പാദം അടർന്ന നിലയിൽ കണ്ടെത്തി. കാരിക്കടവിനും ചൊക്കനയ്ക്കും ഇടയിലുള്ള വനമേഖലയിലാണ് വലതു പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ കണ്ടത്. തോട്ടം തൊഴിലാളികളാണ് ആനയെ അവശനിലയിൽ ആദ്യം കണ്ടത്. ആനയുടെ കാലിന്റെ അടിഭാഗം പൂർണ്ണമായും വേർപെട്ട അവസ്ഥയിലാണ്. വിവരമറിഞ്ഞതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചൊക്കനയിൽ കാരിക്കടവിനും ചൊക്കനയ്ക്കുമിടയിലുള്ള വനമേഖലയിലാണ് വലതുഭാഗത്തെ പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കിന്റെ തീവ്രതയനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കാട്ടാനയ്ക്ക് എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരിമ്പുഴ കോട്ടപ്പുറത്ത് BJP ആറുമുഖൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അതാത് കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പഠിച്ച് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ അനുസ്മരണങ്ങൾ നടത്തുമ്പോൾ, ഞാൻ ആറുമുഖൻ മാഷെ കുറിച്ച് കൂടുതൽ ശിവരായിട്ടും പറയുമെന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നടക്കുന്നത്. എന്തിനാണ് സത്യത്തിൽ അനുസ്മരണം നടത്തുന്നത്? ആ വ്യക്തിയെ ഓർമ്മിക്കും. ആ വ്യക്തിയെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം പ്രസ്ഥാനത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലും അതിനുശേഷവും പ്രസ്ഥാനത്തിന്റെ വളർച്ചയും നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഒരു വ്യക്തി ജീവിച്ചത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം മാറ്റിവെച്ചിട്ടുള്ളത്, ആ പ്രസ്ഥാനം ഇന്നിവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കും അതോടൊപ്പം തന്നെ ആറുമുഖൻ മാസ്റ്റർ ആത്മാവിനും സന്തോഷം കിട്ടുന്നതാണ്. നമ്മൾ ഈ വാർഡ് ജയിച്ചു എന്നുള്ളത് അത് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറെ കാലം നേരത്തെ പറഞ്ഞല്ലോ, 10-20 വർഷം മുമ്പ് 16 കൊണ്ട് തോറ്റു. അതാണ് നമ്മൾ ജയിച്ചു. കോട്ടപ്പുറം നമ്മുടെ ശക്തി കേന്ദ്രമാണ്. കരിമ്പുഴ എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടപ്പുറമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നു. ഈ പുറത്ത് അപ്പുറത്ത് നമ്മൾ അല്ലെങ്കിൽ തണ്ണീർത്ത പന്തൽ ആ ഭാഗത്തോ പറയുമെങ്കിൽ, പക്ഷെ നമുക്ക് പല കാരണങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. ജയിക്കുമെന്നുള്ള ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു, നമ്മൾക്ക് ഏറെ ദുഃഖമുണ്ടാക്കും. പക്ഷെ നമ്മളാരും തളർന്നില്ല. പരാജയങ്ങളിൽ തളരാത്ത ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും സംഘ പ്രസ്ഥാനങ്ങളുമാണ്. എല്ലാ തളർച്ചകളും മാറ്റിവെച്ചുകൊണ്ട് പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ലക്ഷ്യം വരെ എത്തുക. അതല്ലേ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തില് കോത്താരി സഹോദരന്മാര് അവര് വെടിയുണ്ടോട്ട് വീഴുന്ന സമയത്തും എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഓട്ടം. നമ്മൾ നോക്കൂ, കേരളത്തിലിപ്പോ ആനുകാലികമായുള്ള സംഭവങ്ങൾ നമ്മുടെ വിജയത്തിൻ്റെതായ സംഭവങ്ങളാണ് നമുക്ക് കാണുന്നത്. എങ്ങനെയാണ് നമുക്ക് പരിപൂർണമായി വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ നോക്കൂ, ഇന്നലെ ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്ന വാർത്ത തിരുനാവായ കുംഭമേള നിർത്തിവെക്കാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു വന്ന. ഞാനിന്ന് ഇവിടെ കയറി വന്ന സമയത്ത് ഞാൻ കണ്ട വാർത്ത, വന്ന വാർത്ത, ആ മലപ്പുറം കലക്ടർ പോയിട്ട് അനുവാദം കൊടുത്തു വന്നു. അതിവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ, ദേശീയ ജനതയുടെ വിജയമാണ്. അതുകൊണ്ട് ഇത് വിജയത്തിന്റെ കാലഘട്ടമാണ്. ഞാൻ സംഘത്തിന്റെ 3യ വർഷ ശിബിരത്തിൽ നാഗപ്പൂരിൽ പോയ സമയത്ത് അന്ന് 21ാം നൂറ്റാണ്ടിനെ കുറിച്ച് സംഘത്തിന്റെ അന്ന് അഖിലഭാരതീയ ബൗദ്ധിക പ്രമുഖായിരുന്ന ആർ ഹരിയേട്ടൻ പറഞ്ഞു, 21ാം നൂറ്റാണ്ട് ഹിന്ദുവിന്റെ നൂറ്റാണ്ടാണ്. ആ ഹിന്ദുവിന്റെ നൂറ്റാണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പറയുന്ന ഹിന്ദു എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിന് കാരണങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളൊരു ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പ് വേണം. നമ്മുടെ നാട്ടിലൊരു ഉത്സവം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ തയ്യാറെടുപ്പ് വേണം.
അത്തരത്തിൽ നമ്മളിപ്പോ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾക്ക് വിജയത്തിന്റെ ദിവസങ്ങളാണ് എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ തുടക്കം നോക്കും. പാലക്കാട് ജില്ലയില്, നമ്മുടെ വെസ്റ്റ് ജില്ലയില്, അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളില് ഒരു പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുക. അവിടെയുള്ള ഉള്ള ഏറ്റവും കൂടുതൽ മെമ്പർമാര് ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ ST വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട്, താമര ചിഹ്നത്തിൽ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മളവിടെ ഭരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരിമ്പുഴയിൽ നമുക്ക് കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു മെമ്പറാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ജയത്തിന്റെ അടുത്തത്തെ പോവുക അതൊന്ന് മാറി 2 മെമ്പറായി. കടമ്പടിപ്പുറത്തെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെമ്പർമാരില്ല. അവസാന നിമിഷം നമ്മൾ പരാജയപ്പെടും. BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ ആറുമുഖൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. സത്യഭാമ, മണ്ഡലം പ്രസിഡന്റ് നിഷാദ്, പഞ്ചായത്ത് അംഗം രാജേശ്വരി തുടങ്ങിയവർ പ്രസംഗിച്ചു. അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. കല്യാണകൃഷ്ണൻ, ചന്ദ്രൻ കൂടാൻതൊടി, ബാലകൃഷ്ണൻ, സുന്ദരൻ വെളിച്ചപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആറ്റൂർ അറഫ സ്കൂളിൽ ലിഫ്റ്റ് സംവിധാനം ഒരുങ്ങി. ആലത്തൂർ മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി K. ഹംസ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹീദ്ദീൻ, നാരായണൻകുട്ടി, വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ട്രഷറർ അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി സുലൈമാൻ, PRO റഷീദ് ഫൈസി, PTA പ്രസിഡന്റ് സമിന രജീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, പ്രധാനാധ്യാപിക രമ തുടങ്ങിയവരും നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം കാത്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും IP ബ്ലോക്കിൽ ഇനിയും ചികിത്സ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിലാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. VK ശ്രീകണ്ഠൻ MPയുടെ ലാഡ്സ് ഫണ്ടിൽ നിന്നും 1 കോടി ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വൈകുന്നതിനാലാണ് ചികിത്സ ആരംഭിക്കാൻ കഴിയാത്തത്. ഷൊർണൂർ നഗരസഭാ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ IP ബ്ലോക്ക് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം VK ശ്രീകണ്ഠൻ MPയുടെ 2022-23 വർഷത്തെ MP LADS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 2023 ഒക്ടോബർ 18-ന് ശിലാസ്ഥാപനവും 16/9/2025-ന് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടത്തിൽ ഇനിയും ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും കിടത്തി ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കെട്ടിടത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചികിത്സ ആരംഭിക്കാൻ വൈകുന്നത്. ഒറ്റനിലയുള്ള കെട്ടിടത്തിൽ നിലവിൽ ബെഡുകൾ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടില്ല. ഈ സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇവിടെ ചികിത്സ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ഇവ ഒരുക്കുന്നതിനായി മറ്റു ഫണ്ടുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി പുതിയ ഭരണസമിതിയാണ് ഇതിനുള്ള നീക്കങ്ങൾ നടത്തേണ്ടത്. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തപസ്യ സാംസ്കാരിക വേദിയുടെ ദേശീയ സംഗീതോത്സവം ജനുവരി 17-ന് പാലക്കാട് വടക്കന്തറയിൽ ആരംഭിക്കും. കേരളത്തിന്റെ കലാസാഹിത്യ ശാഖകളെയും പ്രകൃതിയെയും വീണ്ടെടുക്കുകയാണ് തപസ്യയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 4 ദിവസങ്ങളിലായാണ് ദേശീയ സംഗീതോത്സവം സംഘടിപ്പിക്കുക. തപസ്യ 50 വർഷം പൂർത്തിയാക്കുന്ന കാലഘട്ടത്തിലാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് പറഞ്ഞു. സംഗീതരംഗത്ത് പാലക്കാട് നൽകിയ കനത്ത സംഭാവനകളെ ആദരിക്കുന്നതിനു കൂടിയാണ് സംഗീതോത്സവം. ഓരോ പ്രദേശത്തെയും തനത് കലാസാഹിത്യ ശാഖകളെയും പ്രകൃതിയെയും പരിപോഷിപ്പിക്കുന്നതിനായി തപസ്യ, മഹാകവി അക്കിത്തം, രമേശൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകൃതി യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. സംഗീതോത്സവത്തിൽ പൂർവികരെ അനുസ്മരിക്കുകയും ജീവിച്ചിരിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യും. പഞ്ചരത്ന കീർത്തനാലാപനം, സംഗീത കച്ചേരി, കഥകളി പദകച്ചേരി, ലാൽഗുഡി പഞ്ചരത്ന കീർത്തനം, ദിവ്യനാമകീർത്തനം, മിശ്രാലയ പ്രവാഹം, വയലിൻ ദ്വയം, സിമ്പോസിയം, ചർച്ച, സാംസ്കാരിക സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. ഈ പരിപാടികളിൽ തപസ്യ നിഷ്കർഷ വച്ചിട്ടുള്ളത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും സ്വത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി
തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തിന് ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. കൺവീനർ KV രാജീവ്, ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്നിത്തടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച 16 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്. പന്നിത്തടം സെന്റർ സ്ഥിരം അപകട മേഖല. വടക്കാഞ്ചേരിയിൽ പ്രശസ്ത സൈക്കിൾ റേസിംഗ് താരം അഷറഫിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ മൃതദേഹം കണ്ടത് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള 5-ാം ചാലിൽ രാവിലെ 10 മണിയോടെ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVACR എംപ്ലോയീസ് അസോസിയേഷൻ. എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യത കുറവും തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N ശിവകുമാർ. മേഖലയിലെ പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും ജനുവരി 17 പാലക്കാട്ട് നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.